ഇന്ന് ജപ്പാനിൽ ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ലേഡീസ് മാത്രം യൂസ് ചെയ്യുന്ന പേഴ്സാണ്. ഇവിടെ ഇതാണ്ട് എല്ലാവരും ഉപയോഗിക്കണേ. ഞാനിത് മേടിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചു വന്നതാണ്. പക്ഷേ ഇവിടുത്തെ നോട്ടിന് കുറച്ച് വീതി കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം എന്താ പറയുക, ഞാൻ ആദ്യമൊക്കെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന പേഴ്സിലാണ്, നമ്മുടെ ബോയ്സ് യൂസ് ചെയ്യുന്ന പേഴ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്താണെങ്കിൽ ആ നോട്ട് കീറുകയാണ് വീതി കൂടുതലായതുകൊണ്ട്. ഇതിന് കണ്ടില്ലേ ഇത്ര വീതിയുണ്ട്. നമ്മുടെ നാടിനേക്കാൾ വീതി കൂടിയ നോട്ടാണ്. കാരണം ഇവിടെ ഏത് കടയിൽ പോലും മെഷീനാണ് പൈസ മേടിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് പൈസ എടുക്കത്തില്ല, വെൻഡിങ് മെഷീനൊന്നും പൈസ എടുക്കത്തില്ല. അപ്പോൾ പിന്നെ ആകെ പ്രശ്നത്തിലായതുകൊണ്ട് പിന്നെ മേടിച്ചാണ്. ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വരുന്നത്. നടുക്കിൽ ഇത് നമ്മുടെ കോയിനും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഹെൽത്ത് കാർഡ്, പിന്നെ ഇത് റെമിറ്റൻസ് കാർഡാണ് കേട്ടോ, നാട്ടിലേക്ക് പൈസ അയക്കാനുള്ള. ഞാൻ അത് യൂസ് ചെയ്യാറില്ല, ഞാൻ ഓൺലൈനിൽ കൂടെയാണ് അയക്കാറ്. പിന്നെ അങ്ങനെ ഇപ്പുറം നോക്കുകയാണെങ്കിൽ ഇത് റെസിഡൻസ് കാർഡാണ്. പിന്നെ ഇത് പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട്, അതിൻ്റെ കാർഡാണ് കേട്ടോ. ഞാൻ അത് യൂസ് ചെയ്യാറില്ല, അത് ഒട്ടും യൂസർ ഫ്രണ്ട്ലി അല്ല. ഫുള്ള് ജാപ്പനീസാണ് അതിൻ്റെ ആപ്പാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. പിന്നെ ഇത് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാർഡ്. ഇത്രയൊക്കെയാണ് വാലറ്റിൻ്റെ വിശേഷം. പിന്നെ പൈസ കുറച്ച്